മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഒന്നോ രണ്ടോ വാർത്തകളിലപ്പുറം എന്തുകൊണ്ടാ ഇതൊന്നും ഒരിക്കലും നമ്മുടെ കേരളത്തിൽ ചർച്ചയാകാത്തത്? നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. കാസർഗോഡ് വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയുമായി LDF നായന്മാർ മൂലയിൽ UDF സ്ഥാനാർത്ഥി കല്ലട്ര മാഹീൻ ഹാജിയുടെ സഹോദരങ്ങളെ LDF പ്രവർത്തകർ തടഞ്ഞു. പ്രദേശത്ത് സംഘർഷാവസ്ഥയാണ്. നിങ്ങൾ കേട്ടില്ലേ? അതായത് കാസർഗോഡ് മണ്ഡലത്തിൽ നിലവിലെ സിറ്റിംഗ് MLA എന്ന് പറയുന്നത് UDF ആണ്. ആ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കല്ലട്ര മാഹീൻ ഹാജിയുടെ സഹോദരങ്ങളെ പണവുമായിട്ട് LDF തടഞ്ഞു വെച്ച്, ഒരു വീട്ടിൽ നിന്നുൾപ്പെടെ തടഞ്ഞു വെച്ച്, എന്നിട്ട് ആ പണം ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇതൊന്ന് കണ്ടു. നിങ്ങൾ കണ്ടില്ലേ? ഇത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും ഒന്ന് ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടു. ഇന്ന് രാത്രി 10:30 കൂടിയാണ് നായന്മാർമൂല താജ് നഗറിൽ വെച്ച് ഈ ഒരു രീതിയിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാവുന്നത്. UDF സ്ഥാനാർത്ഥിയുടെ സഹോദരന്മാരെ തന്നെയാണ് ഈ രീതിയിൽ LDF പ്രവർത്തകർ തടഞ്ഞു വയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പണവുമായി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ പരാതി തന്നെയാണ് LDF പ്രവർത്തകർ ഉയർത്തുന്നത്. നോട്ടുകെട്ടുകളുമായാണ് ഇവർ രണ്ടുപേരെയും സ്ഥാനാർത്ഥിയുടെ സ്വന്തം സഹോദരന്മാരെ തന്നെ LDF പ്രവർത്തകർ തടഞ്ഞു വെച്ചത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. എന്തായാലും പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ, അതായത് കല്ലട്ര മാഹീൻ ഹാജിയുടെ സഹോദരങ്ങളെ LDFന്റെ പ്രവർത്തകര് വ്യക്തമായിട്ട് തടഞ്ഞു വെക്കുകയും പണവുമായിട്ട് എത്തിയ വീട്ടിൽ നിന്ന് തന്നെ തടഞ്ഞു വെക്കുകയും കൃത്യമായിട്ട് ആ പോക്കറ്റിൽ നിന്ന് പണം ഉൾപ്പെടെ കാണിക്കുകയും, ആരെ കാണിക്കുന്നത്? മാഹീൻ ഹാജിയുടെ സഹോദരങ്ങൾ. ഇതൊക്കെ മാധ്യമങ്ങളിൽ ഒരു ജസ്റ്റ് ന്യൂസ് മാത്ര. ഇതിലപ്പുറം ഒരു പുകലുമില്ല, ഒരു വളഞ്ഞിട്ട ആക്രമണവും ഇല്ല. ജസ്റ്റ് ഒരു ന്യൂസിൽ ഒരു ചെറിയ എന്തോ സംഭവിച്ചതുപോലെ, അല്ല ലളിതമായിട്ടുള്ള ചോദ്യ. ഇതിന്റെ അത്ര പോലും ഇല്ലാത്ത ഒരു വിഷയം, സ്ഥാനാർത്ഥിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്ത്രീ, സ്ഥാനാർത്ഥിയെ ഒരു സ്ഥലത്ത് പോലും വീഡിയോയിൽ പോലും കാണാത്തൊരു വിഷയം, അതിൽ ശോഭാ സുരേന്ദ്രൻ എത്രത്തോളം നമ്മുടെ കേരളത്തിൽ ആളുകൾ വേട്ടയാടി. ശോഭാ സുരേന്ദ്രന്റെ ഏതെങ്കിലും സഹോദരി പോയിട്ടാണോ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നതല്ല. ശോഭാ സുരേന്ദ്രനുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തൊരു വിഷയം എത്രത്തോളം വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യും. അതും ഇവർ തെളിവായിട്ട് കാണിക്കുന്ന വീഡിയോ ആണെങ്കിൽ 1, 2, 3 കട്ടിങ്ങ വലിയ രീതിയിൽ കട്ട് ചെയ്തിട്ട്, എന്നിട്ട് എവിടെയോ ഉള്ളൊരു സ്ത്രീയാണ് ഇവിടെ, അവിടെ BJP പ്രവർത്തകർ പോലും ഇല്ലാത്ത രീതിയിലൊക്കെയാ ഇവിടെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. സകല മലയാളികളും തിരിച്ചറിയണം. ഒരു ഭാഗത്ത് UDF ഇവിടെ പണമാണ്, പണം ഏത് രീതിയിലും ഇതുപോലെ സ്വാധീനിക്കാൻ ഈ രംഗത്തിറങ്ങുന്നതല്ലേ നമ്മൾ ഈ കണ്ടിട്ടുള്ളത്. ഇതിനെതിരെ എന്തേ ഷാഫി പറമ്പിലിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? KC വേണുഗോപാലിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? രമേശ് ചെന്നിത്തലക്ക് എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? ഇവരൊക്കെ ഉറഞ്ഞുതുള്ളി ശോഭാ സുരേന്ദ്രനെതിരെ രംഗത്തിറങ്ങിയിരുന്നല്ലോ. സകല മലയാളികളും തിരിച്ചറിയും. ഇവിടെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പില് വ്യക്തമായിട്ട് പറയാം, നമ്മുടെ വോട്ടിംഗ് സമയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സകല മലയാളികളും തിരിച്ചറിയേണ്ടതാ, ഇവിടെ BJPയെ വലിയ രീതിയിൽ മതം പറഞ്ഞു പോലും UDF അവർക്ക് അനുകൂലമാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പണമാണ് അങ്ങനെ. നിങ്ങൾ കണ്ടില്ലേ ഈ പറയുന്ന കല്ലട്ര മാഹീൻ ഹാജിയുടെ സഹോദരങ്ങളെ പണവുമായിട്ട് പോലും വീഡിയോ സഹിതം പിടിക്കപ്പെട്ടിട്ട്, വോട്ടെടുപ്പിന്റെയൊക്കെ മുമ്പേ നടന്നിട്ടുള്ള വിഷയ, ഇത് ഇന്ന് നടന്നൊന്നുമല്ല. വോട്ടെടുപ്പിന്റെ മുമ്പേ ഇതുപോലൊരു വിഷയം ഉണ്ടായിട്ട് എന്തുകൊണ്ടാ ശോഭാ സുരേന്ദ്രന്റെ വിഷയം പോലെ ഒരു ചർച്ച നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാതിരുന്നത്? ശോഭാ സുരേന്ദ്രൻ്റെത് കെട്ടിച്ചവച്ചിട്ടുള്ള ഒരു വിഷയം ആ വീഡിയോ ഒക്കെ കണ്ട ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ കല്ലട്ര മാഹീൻ ഹാജിയുടെ സഹോദരങ്ങളെ എത്ര വ്യക്തമായിട്ട് കയ്യിൽ പോക്കറ്റിൽ നിന്ന് പണമെടുക്കുന്നു, വീട്ടിൽ നിന്ന് LDF പ്രവർത്തകര് തടഞ്ഞു വെക്കുന്നു, ഇതൊക്കെ എത്ര വ്യക്തമായിട്ട് കാണുന്നു. എന്ത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ഇവരെ ഒരു ചോദ്യം ചെയ്യാത്തത്? എന്തേ ഈ കല്ലട്ര മാഹീൻ ഹാജിയെ ഇന്ന് രാവിലെ ശോഭാ സുരേന്ദ്രനെ വളഞ്ഞിട്ട് സകല മാധ്യമങ്ങളും ചോദ്യം ചെയ്തതുപോലെ എന്തേ കല്ലട്ര മാഹീൻ ഹാജിയെ വളഞ്ഞിട്ട് ആക്രമിക്കാതിരുന്നത്? ശോഭാ സുരേന്ദ്രനെ ആക്രമിച്ചതല്ലായിരുന്നു. ഞങ്ങൾ ശോഭാ സുരേന്ദ്രനെ മാത്രമല്ല ചോദ്യം ചെയ്യുന്നുള്ളൂ. ഒരുമാതിരി ശോഭാ സുരേന്ദ്രൻ എന്തോ ചെയ്തതുപോലെ
എത്ര വലിയ ക്രൂരമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തു. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ വലിയ ബഹള. അതേ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഇവിടെ എത്ര പേരറിഞ്ഞു. ഒരു കാസർഗോഡ് സിറ്റിംഗ് MLA UDF-ന്റേതുള്ള സ്ഥലത്ത്, അവിടെ കല്ലട്ര മാഹിരാജ് മത്സരിക്കുന്ന സ്ഥലത്ത് അവരുടെ സഹോദരന്മാർ രംഗത്തെത്തിയ ഈ വിഷയത്തെ എന്തുകൊണ്ട് കേരളത്തിൽ ചർച്ച ചെയ്യില്ല? ഇതാണ് പറയുന്നത്. ഇത്തവണത്തെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് BJP, മറുഭാഗത്ത് UDF, LDF, SDPI, PDP, മഹദനി എന്ന തീവ്രവാദിയുടെ ഈ PDP എന്ന പാർട്ടി, ഈ നാട് നശിപ്പിക്കണമെന്ന് കച്ചകിട്ടിറങ്ങിയ, ഈ നാട് മതരാഷ്ട്രവാദം ഉന്നയിച്ച് മുന്നോട്ട് പോകുന്ന ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, മതത്തിന്റെ പേരിലുള്ള മത പാർട്ടി, ഇവരൊക്കെ ഒരുമിച്ചൊരു കെട്ടും ഒരു ഭാഗത്ത് BJP. അതിനു മാത്രം ഒരു വിഷയം ഇങ്ങോട്ട് വരുമ്പോഴേക്ക് കേരളത്തില് എന്നിട്ട് വലിയ നിഷ്പക്ഷ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഒരു വലിയ തെറ്റിദ്ധാരണ പടർത്തില്ല. ഇവിടെ പല നിഷ്പക്ഷ വേഷം അണിയുന്ന ആളുകളും വലിയ തന്ത്രപരമായിട്ട് നിഷ്പക്ഷ വേഷം ഇങ്ങോട്ട് എടുത്തിട്ടിട്ട് BJPക്കെതിരെ അങ്ങ് പറയൂ. പിന്നെ എന്ത് നിഷ്പക്ഷതയാ? BJPക്കെതിരെ പറയുന്നതാണ് പോലും കേരളത്തിലെ നിഷ്പക്ഷത. നീതിയെ കുറിച്ച് പറഞ്ഞാൽ അപസംഖി. ശോഭാ സുരേന്ദ്രന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു മലയാളിക്കും, ചോറ് തിന്നുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാക്കാൻ സാധിക്കും അത് ശോഭാ സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്തതാണ് എന്ന്. അതേസമയം മണ്ണ് വാരി തിന്നുന്ന ഒരു ആൾക്കും ഇത് മനസ്സിലാവില്ല. അതാണ് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞത്. കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ചേരിതിരിവ് പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മതനേതാക്കന്മാര് രംഗത്തിറങ്ങി വർഗീയതക്കെതിരെ, എന്തോ ഒരു മതത്തിന്റെ നേതാവ് രംഗത്തെത്തുക, വർഗീയതക്കെതിരെ, BJPക്കെതിരെ, ഏത് മതേതര മുന്നണി, മുസ്ലിം ലീഗ് എന്ന മതപാർട്ടിയുള്ള, ജമാഅത്തെ ഇസ്ലാമി എന്ന നാട് നശിപ്പിക്കണമെന്ന പാർട്ടിയുള്ള, അതേപോലെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച SDPI എന്ന ആ രാഷ്ട്രീയ പാർട്ടിയെ കൂട്ടുപിടിച്ച ഇവര് പറയാണ് കേരളത്തില് വല്ലരോ മതേതര കക്ഷികൾ ആ BJPക്കെതിരെ എന്ത് യഥാർത്ഥത്തിൽ സകല വർഗീയതയും ഉണ്ടാക്കുന്നത് കേരളത്തിലെ UDF, LDF അല്ലേ? ഇതൊക്കെ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയെങ്കിലും മലയാളികൾക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഉത്തരം കിട്ടൂലേ? വളരെ ലളിതാണ്. കേരളത്തിൽ സകല പച്ച വർഗീയവാദികളും കൂടി ഒരു ഭാഗത്ത് നിന്ന് BJPക്കെതിരെ നേർക്കുനേറുള്ള, BJPക്കെതിരെ വലിയ രീതിയിലൊരു വലിയ മത ഐക്യം കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു യാഥാർത്ഥ്യ. പക്ഷേ ഇതിനൊക്കെ മറികടന്നുള്ള ഒരു സുന്ദരമായ റിസൾട്ടിലേക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP എത്താൻ പോവാ. ഞാനിവിടെ ഒരു ഉദാഹരണത്തിന് ഒരു വിഷയം എടുത്ത് മുന്നോട്ട് വെച്ചുള്ള ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടെടുപ്പിന്റെ തലേ ദിവസങ്ങളിൽ സംഭവിക്കുന്ന വിഷയത്തെ കേരളത്തിലെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള മാധ്യമങ്ങളും സുഡാപ്പികളും ജിഹാദികളും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം മുന്നോട്ട് വെച്ചതാ. കല്ലട്ര മാഹിരാജുമായി ബന്ധപ്പെട്ട്, അതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയമുണ്ടായിട്ടൊന്നും മിണ്ടിയിട്ട് പോലില്ല, ചർച്ച പോലില്ല. അതേസമയം ശോഭാ സുരേന്ദ്രൻ എത്രത്തോളം വേട്ടയാടി എന്നുള്ളതൊക്കെ തന്നെ മലയാളികൾ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ.